കാറിൽ കയറ്. വാ, ഞാനല്ലേ പറയുന്നു, കയറ്. ഏട്ടാ, കാറെടുക്ക. അഭി, ഏട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. അശ്വതേച്ചി ഒന്നും ചെയ്യില്ല, എല്ലാം ഞാൻ ഏറ്റു. ചെല്ലേട്ടാ. സാർ, ഞാൻ അരുൺ. ഞാൻ വിളിച്ചിരുന്നു കുറച്ചു മുന്നേ ഒരു ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കാൻ. വിളിച്ചിരുന്നല്ലോ. വരൂ, ഇരിക്കൂ. താങ്ക് യു സാർ. ഐശ്വര്യയാണ് യഥാർത്ഥ ഭാര്യ അല്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അഭിരാമിയെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലി ചാർത്തിയതാ. അതില് എനിക്ക് ശ്രീകുട്ടി എന്ന പേരിലൊരു കുഞ്ഞുണ്ട്. അഭിരാമി പിന്നെ ജയിലിലായി. ആ വിവരങ്ങളൊന്നും അരുണിനെ അറിയിക്കാതെ നിങ്ങളുടെ വീട്ടുകാർ ഐശ്വര്യയെ വിവാഹം കഴിപ്പിച്ചു തന്നു അല്ലേ? അതെ, ശരിക്കും അത് തന്നെ സംഭവിച്ചത്. വീട്ടുകാരറിയേ നിങ്ങൾ വിവാഹം കഴിച്ച ഐശ്വര്യയാണ് ഇപ്പൊ പ്രശ്നക്കാരി അല്ലേ? അവളുടെ ശല്യം സഹിക്കാനേ വയ്യ. അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഒരു സമയം എനിക്ക് സ്വസ്ഥത തരില്ല. ഈ അഭിരാമിയുടെയും കുഞ്ഞിന്റെയും പ്രശ്നം അറിഞ്ഞ ശേഷം വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ തന്നെ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെട്ടിക്കളഞ്ഞു. അത് സ്വാഭാവികമാണ്. സത്യത്തിൽ ഇക്കാര്യത്തിൽ ഐശ്വര്യ തെറ്റുകാരിയല്ല. ഐശ്വര്യയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും പ്രശ്നമാവും. അതെനിക്കറിയാം സാർ. പക്ഷേ എനിക്ക് എൻ്റെ മോളെയും ഞാൻ സ്നേഹിക്കുന്ന അഭിരാമിയും വേണം. ഇങ്ങനെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോടൊപ്പം ജീവിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഫോൺ വിളിച്ചപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ, എൻ്റെ അനിയൻ്റെ പ്രഗ്നൻ്റായ ഭാര്യയ്ക്ക് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തവളാ ഈ ഐശ്വര്യ എന്ന എൻ്റെ ഭാര്യ. അതവരുടെ ക്രിമിനൽ മെന്റാലിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോഴേ പോലീസ് കംപ്ലൈന്റ് ചെയ്യേണ്ടതായിരുന്നു. ഇത്തരം പ്രവണതകൾ വെച്ചു ഉറപ്പിക്കാൻ പാടില്ല. അത് ശരിയാ. അപ്പോൾ പോലീസിനെ അറിയിക്കാത്തത് വലിയൊരു അബദ്ധമായി എന്ന് ഇപ്പോൾ തോന്നുക. എന്തായാലും എനിക്കിനി ഐശ്വര്യയോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാനാവില്ല. ഐശ്വര്യം എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് തൂത്തെറിഞ്ഞേ പറ്റൂ. അതിനെന്താന്ന് വെച്ചാൽ വേണ്ടത് അഡ്വക്കേറ്റ് ചെയ്തു തരണം. അരുൺ ആദ്യം വിവാഹം കഴിച്ച അഭിരാമിയിൽ അരുണിനൊരു കുഞ്ഞുണ്ട്. അത് നമുക്ക് അനുകൂലമാ. പിന്നെ ഐശ്വര്യക്ക് ഇതേവരെ കുഞ്ഞുങ്ങളില്ല. മാത്രമല്ല ഐശ്വര്യക്ക് അമ്മയാവാൻ തന്നെ താല്പര്യമില്ല എന്നല്ലേ അരുൺ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞ സത്യമാ. ആദ്യം അരുൺ താലി കെട്ടിയ അഭിരാമിയിൽ അരുണിനൊരു കുഞ്ഞുണ്ട്. ഐശ്വര്യ പ്രഗ്നന്റ് ആവാൻ തയ്യാറുമല്ല. ഈ സിറ്റുവേഷനിൽ ഡിവോഴ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാ. എന്തായാലും ഐശ്വര്യ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഉറപ്പിച്ച സ്ഥിതിക്ക് ഡിവോഴ്സ് എന്ന ഫൈനൽ തീരുമാനമായി നമുക്ക് മുന്നോട്ട് പോവാം. എന്താ? ഡിവോഴ്സ് പെറ്റീഷൻ നൽകാൻ അഡ്രസ്സും മറ്റു ചില ഡീറ്റെയിൽസും ആവശ്യമുണ്ട്. അകത്തേക്ക് ചെന്നോളൂ, ക്ലാർക്കുണ്ട്. അഡ്രസ്സെല്ലാം പറഞ്ഞു കൊടുക്കൂ. ശരി സാർ, താങ്ക് യു. സീരിയസാ? ഇനി നീ ഒഴിഞ്ഞു മാറരുത്. കമ്പനിയുടെ ചുമതല നീ ഏറ്റെടുക്കണം, അല്ലാതെ പറ്റില്ല. ആദ്യം പറഞ്ഞത് തന്നെ അഖിയോട് എനിക്കും പറയാനുള്ളത്. നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പാ കമ്പനി, അത് നീ മറക്കരുത്. അത് ശരിയാ. അഖി ഇനി ഒഴിവുകഴിവൊന്നും പറയരുത്, കേട്ടല്ലോ? അമ്മേ, അത് ഞാൻ... അമ്മേ, എന്റെ ജീവിതം പോയി, എല്ലാം പോയി. അമ്മേ, എന്റെ ജീവിതം എല്ലാം പോയി. എന്താ ഐശ്വര്യ, എന്താ കാര്യം? എല്ലാം പോയമ്മേ. എന്താ നിനക്ക് പറ്റിയേ? കാര്യം പറ. ഇതിനേക്കാളും ഭേദം എല്ലാരും കൂടി എന്നെ കൊണ്ട് കൊല്ല. എനിക്കിത് സഹിക്കുന്നില്ല. എന്താ നടന്ന കാര്യം പറ ഐശ്വര്യ, എന്തു പറ്റി? ഇന്ന് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നെന്ന് പറ. ഐശ്വര്യ, എന്തു പറ്റി? ഒന്നുമില്ല, അരുൺ എന്നെ വീണ്ടും ചതിച്ചു.
കരയാതെ കാര്യം പറ ഐശ്വര്യ. അരുൺ വീണ്ടും ചതിച്ചെന്നു മനസ്സിലായില്ല. എന്താ നടന്നതെന്ന് പറ. ശ്യാമയോട് ചോദിക്ക്. എന്താ ഏതാന്ന് ശ്യാമയോട് ചോദിക്ക്. എനിക്കൊന്നും പറയാനുള്ള ശക്തിയില്ല അമ്മ. ശ്യാമ, എന്താ പ്രശ്നം? ഐശ്വര്യടുത്ത് എന്തിനാ കരയുന്നത്? അത് കാര്യം പറ ശ്യാമേ, എന്താ നടന്നേ? അത് പറ ശ്യാമേ, എന്തിനാ മടിക്കുന്നേ? ഇവരുടെ പുന്നാര അരുൺമോൻ ചെയ്ത ചതിയുടെ കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ശ്യാമേ. അയ്യോ, എന്റെ ഹൃദയം പൊട്ടിപ്പോവുക. എനിക്കിത് സഹിക്കുന്നില്ല. ശ്യാമ കാര്യം പറയേ. അച്ഛാ, അത് അശ്വതീച്ചിയുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അശ്വതിയുടെ വീട്ടില്? അതെ. അല്ല, എന്ത് പ്രശ്നം? എന്താ നടന്നത്? ആദ്യേട്ടാ, അത് എനിക്കാരും ചോദിക്കാനും പറയാനും ഇല്ലാതായോ? ഇവിടെ എനിക്ക് ഒരു വിലയുമില്ലേ? ഈശ്വര, ഇതെന്തൊരു ജന്മം എന്റേത്! എല്ലാം സഹിക്കാൻ ഒരു പാഴ് ജന്മം. ശ്യാമ പറഞ്ഞതല്ല സത്യമാണോ? അതെ. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഓഹോ, അത്രയ്ക്കായോ? അരുണിനെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അരുൺ എവിടെ? അതല്ലേ അതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത്. ശ്യാം എന്നെ അരുണിന്റെ കാറിൽ കയറ്റി വിട്ടതാ. എന്നിട്ട് അരുൺ എവിടെയാണെന്ന് നീ ചോദിച്ചോ? ഇറക്കി വിട്ടു. മനഃപൂർവ്വം എന്നെ വഴിയിൽ ഇറക്കി വിട്ടു. കാറിൽ നിന്ന് ഇറങ്ങാതിരുന്ന എന്നെ തള്ളിയിട്ട് കൊല്ലൂന്ന് ഭീഷണിപ്പെടുത്തി. പാവം, ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ഇറങ്ങി ഒരു ഓട്ടോയിൽ കയറിയ ഞാൻ ഇവിടെ എത്തിയത്. അവൻ എങ്ങോട്ടാ പോകുന്നെന്ന് പറഞ്ഞില്ലേ? എവിടെ പോകുന്നോ എന്നോട് പറയാനോ? സിംഹത്തെ പോലെ അരുൺ എന്നെ കടിച്ചു കീറാൻ നിൽക്കല്ലേ? അരുൺ അത്രയ്ക്കായോ? എന്നാ അവനെ കൊണ്ട് വരട്ടെ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടെന്റെ കാര്യം. അതെ, നീ അരുണിന് ഫോൺ ചെയ്യ്. എവിടെ ഉണ്ടെങ്കിലും ഇതാ ഇപ്പൊ വീട്ടിൽ എത്തണമെന്ന് പറയണം. ശരി അച്ഛാ. എന്തായാലും കരുതിയത് മറ്റുള്ളവരൊക്കെ മണ്ടന്മാരാണ്. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇന്ന് രണ്ടിലൊന്ന് നടക്കും.
അവിടെ നിൽക്ക്. അരുൺ എന്ത് ഭാവിച്ച കുടുംബത്തെയൊക്കെ നാണം കെടുത്തി നീ അടക്കും അല്ലേ? ഐശ്വര്യ എവിടെ വാ. ഇവളെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അരുണിനോടാ ഞാൻ ചോദിക്കുന്നത്. നീ താലി കെട്ടി കൊണ്ടുവന്ന ഐശ്വര്യ ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അച്ഛൻ ചോദിച്ചതുകൊണ്ട് ഞാനതിന് മറുപടി പറയുന്നില്ല. ഇല്ലെങ്കിൽ പഠിക്കട്ട പറയടാ. ഇതുപോലെ മനുഷ്യരെ ശല്യം ചെയ്ത് നടക്കുന്നവരെ വെട്ടി നുറുക്കി കടലിലൊഴുക്കണം. വിഷം കൊടുത്ത് ശ്യാമയും കുഞ്ഞിനെയും കൊല്ലാൻ ഒരുങ്ങിയ അന്ന് തന്നെ അത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് ഇതുപോലെ സംസ്കാരമില്ലാത്ത ഒരുത്തിയെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാ അന്ന് ഞാനത് ചെയ്യാത്തത്. എനിക്കിപ്പോ ഞാൻ സ്നേഹിച്ച, ഞാൻ ഇഷ്ടത്തോടെ താലി ചാർത്തിയ, എന്റെ കുഞ്ഞിന് ജന്മം നൽകിയ, ഞാൻ സ്നേഹിക്കുന്ന ഒരു ഭാര്യയുണ്ട്. എന്റെ മോൾക്കിനി അവളുടെ അച്ഛനെ വേണം. ആ സ്നേഹവും സംരക്ഷണവും വേണം. അല്ലാതെ ഇതുപോലൊരു അഹങ്കാരിയെ കൊന്നിട്ട് ജയിലിൽ പോയി അവസാനിപ്പിക്കാനുള്ള അല്ല എന്റെ ജീവിതം. ജീവിതം മുഴുവൻ അഭിനയിച്ച് നടക്കുക അവള്. മനസ്സിൽ സദാസമയം ആരെയൊക്കെ ദ്രോഹിക്കാന്ന് ചിന്തിച്ച് നടക്കുക. അങ്ങനെ ഒരുത്തിയുടെ കൂടെ സമാധാനത്തോടെ ആർക്കാ, ഏതൊരു പുരുഷനാ ജീവിക്കാനാവുക? ഇവളെന്നെ നാണം കെടുത്താൻ എന്റെ പിന്നാലെ നടക്കുക. സഹിച്ചു, ഒരുപാട് ഞാൻ സഹിച്ചു. ഇനി എനിക്കത് പറ്റില്ല. ഇനി എനിക്ക് ഇതുപോലൊരു അഹങ്കാരിയെ സഹിക്കാൻ വയ്യ. ഒരാൾക്കൊരു ജന്മമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. ആ ഞാൻ എന്തിനാ ദൈവം തന്നൊരു ജന്മം ഇതുപോലൊരുത്തിക്ക് വേണ്ടി ഹോമിച്ച് കളയുന്നത്? അതിന്റെ ആവശ്യം എനിക്കില്ല. എനിക്കിനി അതിന് വയ്യ. അമ്മയും ആദ്യേട്ടനും കൂടി എന്റെ ജീവിതം എങ്ങനെയാക്കി. ഇപ്പോ ഞാൻ എല്ലാവരുടെയും മുമ്പിലും വെറും ഒരു കോമാളി. ഇനി എനിക്കതിന് വയ്യ. ഇനി എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അല്ലാതെ ഇവിടെ ഈ വീട്ടിൽ ഇനി ആർക്കും ഒരു അവകാശവും ഇല്ല. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാ അച്ഛാ അതെന്താന്ന് ഇവിടെ എല്ലാവരും അറിയും.
ഞാനൊരു എടുത്തുചാട്ടക്കാരനാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞോ. ഇന്ന് ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളാം. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ഞാൻ ചിലപ്പോൾ പലതും ചെയ്തു പോകും. അപ്പൊ പിന്നെ ഇവളുടെ കൺമുമ്പിൽ നിൽക്കാതിരിക്കുന്ന നല്ലത്. ഞാനിനി ഇവിടെ നിന്നാ അത് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ശല്യമാ. വേണ്ട, അത് വേണ്ട. അരുൺ, ഞാൻ ഇല്ലച്ചാ, നിങ്ങളെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുക. ഞാനിവിടെ നിന്ന് ഇറങ്ങാം. എല്ലാറ്റിനും എല്ലാവരോടും മാറും. അരുൺ, എടാ മോനെ, അരുൺ, അമ്മേ, ഞാൻ ഇറങ്ങാം. മോനെ, ഏട്ടാ, ഏട്ടാ, എന്താടാ? ഇല്ല ഏട്ടാ, ഇനി ഞാനിവിടെ നിന്നാ ശരിയാവില്ല. മോനെ, അരുൺ, അരുണേട്ടാ, അഖിൽ പോയി വിളിക്ക്. ചെന്ന് വിളിക്കണം അവനെ. മോനെ. മോനെ. അരുണേട്ടാ, അരുൺ, അരുണേട്ടാ. ഏട്ടാ, നിക്ക്. അരുണേട്ടാ, ഈ വീട്ടിൽ നിന്ന് പോവല്ലേ? നിങ്ങളാരും പേടിക്കണ്ട. എന്തായാലും അബിയുടെ അടുത്തേക്കല്ല. അരുണേട്ടാ, ഏട്ടൻ ഇവിടുന്ന് പോരുത്. പ്ലീസ് ഏട്ടാ, പോരുത്. ഏട്ടാ പ്ലീസ് പോരുത്. ഏട്ടാ, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാനും അഖിൽ സാർ ഇവിടേക്ക് തിരിച്ചു വന്നത് നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാനാ. എന്റെ കുഞ്ഞിനെ ഐശ്വര്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ഇഷ്യുവാ ഇതിനെല്ലാം കാരണം. പക്ഷെ ഏട്ടൻ പോയ ഈ നിമിഷം ഞാനും അഖിൽ സാർ ഇവിടെ നിന്ന് ഇറങ്ങും. അത് ഉറപ്പാ. അതെ. ശ്യാമേ, ഞാൻ പോയി എന്ന് കരുതി ശ്യാമയ്ക്കും അഖിക്കും ഈ വീട്ടിൽ നിന്നൂടെ? അത് വേണ്ട. ഞങ്ങളുടെ കുഞ്ഞ് ജനിക്കുന്നത് അഖിൽ സാറും അരുണേട്ടനും ആദ്യേട്ടനും നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്ന ഈ കുടുംബത്തിലാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശ്യാമേ, എനിക്കറിയാം. പക്ഷേ ഐശ്വര്യയുടെ പ്രകടനം ശ്യാമയും കണ്ടതല്ലേ? എന്നെ നാണം കെടുത്തി കളഞ്ഞില്ലേ അവള്? ശരി, എല്ലാം മറന്ന് ഇവിടെ നിൽക്കാന്ന് കരുതിയാ എനിക്കൊരു നിമിഷം സമാധാനം തരുമോ അവള്? ഇല്ലല്ലോ. ഏട്ടൻ പറയുന്ന എല്ലാം ശരിയാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒന്നിച്ച് കഴിയുന്നത് കാണാനാ എത്ര സുഖമില്ലെങ്കിലും ഞാൻ അശ്വതീശ്വര വീട്ടിലേക്ക് ഓടിയെത്തിയത്. ഏട്ടൻ അത് മറക്കരുത്. ഏട്ടാ, ഇത് ഏട്ടനോട് ഒരു അനുജത്തി പറയുകയാണെന്ന് കരുതിയാൽ മതി. പോരുത്. സ്വന്തം അനുജത്തിയായിട്ടാ അരുണേൻ എന്നെ കാണുന്നതെന്ന് എന്റെ വിശ്വാസം. അപ്പോ അനുജത്തി പറഞ്ഞ അരുണേട്ടൻ കേക്കില്ലേ? ഇല്ലേ?